നമ്മൾ കപ്പാസിറ്ററിലൂടെയുള്ള വേവ് ഒന്ന് നോക്കാം. പ്യുവർ കപ്പാസിറ്ററിലൂടെയുള്ള കറണ്ട് വേവ് ഫോമും വോൾട്ടേജ് വേവ് ഫോമും നമുക്ക് നോക്കാം. അതുപോലെ പവറും. അപ്പോൾ വോൾട്ടേജ് നമ്മൾ വരച്ചു, അതാണ് റെഫറൻസ്. കറണ്ട് എന്ന് പറയുന്നത് സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ ആണ്. അപ്പോൾ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ ആയതുകൊണ്ട് തന്നെ ഒമേഗ ടി പ്ലസ് ഫൈ ആണ്. അപ്പോൾ 0 ആവുന്ന സമയത്ത് മാക്സിമം ആയിരിക്കും കറണ്ട് എന്ന് പറയുന്നത്. പിന്നെ വീണ്ടും അത് തിരികെ വന്ന് മാക്സിമം ആവുന്ന സമയത്ത് 0 ആയി വീണ്ടും അതേപോലെ കയറിപ്പോകും. ഈ ഒരു ഇൻസ്റ്റന്റിൽ ഏത് വരെ 0 മുതൽ ഒമേഗ ടി എന്ന് പറയുന്ന സാധനം 0 മുതൽ 90 വരെ വാല്യൂ എന്തായിരിക്കും? രണ്ടും വോൾട്ടേജും കറണ്ടും പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുകളിലോട്ട് വരയ്ക്കുന്നു, മാഗ്നിറ്റ്യൂഡ് കൂട്ടുകയും ചെയ്യുന്നു, വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്നുള്ള രീതിയിൽ. അതേസമയം 90 കഴിയുമ്പോൾ കറണ്ട് നെഗറ്റീവ് ആവുന്നു, അപ്പോഴും വോൾട്ടേജ് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് പവർ വീണ്ടും പവർ നെഗറ്റീവ് ആവും. അതേസമയം 180 കഴിയുമ്പോൾ പൈ കഴിയുമ്പോൾ കറണ്ട് നെഗറ്റീവാണ്, വോൾട്ടേജും നെഗറ്റീവാണ്. കാരണം വോൾട്ടേജ് നെഗറ്റീവ് ആവാനുള്ള കാരണം സൈൻ്റെ വാല്യൂ 180 ശേഷമുള്ള ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലും മൈനസ് കാണിക്കും. ഒമേഗ ടി പ്ലസ് π/2 ആണ്. അപ്പോൾ 90 ശേഷം വരുന്ന സൈൻ്റെ വാല്യൂ കുറേ സമയം വരെ അത് 0 തന്നെ ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അത് വോൾട്ടേജ് പോസിറ്റീവ് ആയാലും കുറച്ച് സമയം കൂടി കറണ്ട് നെഗറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ആ സമയം അത്രയും പവർ നെഗറ്റീവ് ആയിരിക്കും. ഈ രീതിയിലായിരിക്കും പവറും പ്യുവർ റെസിസ്റ്ററിലൂടെ പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന പവറിൻ്റെ വേവ് ഫോം എന്ന് പറഞ്ഞത്. ഇതേപോലെ ഇതിപ്പോൾ കപ്പാസിറ്ററിലൂടെ ഉള്ളതാണ് നമ്മൾ കണ്ടത്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇൻഡക്ടറിലൂടെ ഉള്ളതായിരിക്കും. ഇപ്പം ഇൻഡക്ടറിലൂടെ ഉള്ളതാണെങ്കിൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വി എം സൈൻ ഒമേഗ ടി ആണ്. അതേസമയം കറണ്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് മൈനസ് സൈൻ ഒമേഗ ടി ആണ്. മൈനസ് ഒമേഗ ടി മൈനസ് 590 ആണ്. അപ്പോൾ ആദ്യം വി എന്ന് പറയുന്ന വോൾട്ടേജ് ആണ് നമ്മൾ വരയ്ക്കുന്നത്, അതാണ് റെഫറൻസ്. ഇത് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ 0 ആവുമ്പോൾ 0 ആയാൽ മൈനസ് 90 ആണ്. മൈനസ് 90 എന്ന് പറഞ്ഞാൽ മൈനസ് വാല്യൂ ആണ് ഉണ്ടാവുക. ഇവിടെ ശരിക്കും ഇവിടെ ഒരു വേവ് ഫോം ഉണ്ട്. അപ്പം ഈ വേവ് ഫോം കറണ്ട് നെഗറ്റീവ് ആയാൽ വോൾട്ടേജ് പോസിറ്റീവ് ആണ്. എവിടം വരെ? 0 മുതൽ ഒമേഗ ടി എന്ന് പറയുന്ന വാല്യൂ 0 മുതൽ 90 വരെ. അപ്പോൾ പവർ നെഗറ്റീവായിട്ട് നിൽക്കും. കറണ്ട് വോൾട്ടേജ് പോസിറ്റീവും കറണ്ട് നെഗറ്റീവും ആയതുകൊണ്ടാണ്. എന്താ നെഗറ്റീവ് ആവാൻ കാരണം? സൈൻ ഒമേഗ ടി മൈനസ് 5/2 അല്ലെങ്കിൽ 90 ആണ്. ഈ മൈനസ് ഇവിടെ 0 ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈനസ് 90 ആയി മാറും. ഓക്കെ, 90 എത്തുമ്പോൾ മാത്രമാണ്, ഇതാണ് 90, ഒമേഗ ടി എന്ന് പറഞ്ഞാൽ 90 എത്തുമ്പോൾ സൈൻ 0 ആവും, അപ്പോൾ കറണ്ട് 0 ആയി. 90 ശേഷം, അതായത് ഇപ്പോൾ 110 മൈനസ് 90 എന്ന് പറഞ്ഞൊരു പോസിറ്റീവ് വാല്യൂ ആണ് അല്ലേ? 90 110 പോയാൽ 20 ഉണ്ടാവും, 20 ഡിഗ്രി ഉണ്ടാവും. അപ്പോഴൊക്കെ കറണ്ട് പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ 180 ആകുമ്പോൾ വോൾട്ടേജ് നെഗറ്റീവ് ആവും. കാരണം എന്താ? സൈൻ ഒമേഗ ടി എന്നേ ഉള്ളൂ. സൈൻ 180 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ വോൾട്ടേജ് 0 ആവും. പക്ഷെ അപ്പോഴും കറണ്ട് എന്ത് തന്നെയാണ്? പോസിറ്റീവ് തന്നെയാണ്. പക്ഷെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയും സമയം പവർ പോസിറ്റീവ് വേവ് ഫോം ആയിരുന്നുവെങ്കിൽ പിന്നീട് വോൾട്ടേജ് നെഗറ്റീവും കറണ്ട് പോസിറ്റീവായിട്ട് തുടരുന്നുവെങ്കിൽ വീണ്ടും നെഗറ്റീവ് വരും. ഈ ചിത്രത്തിനനുസൃതമായി, അതായത് വോൾട്ടേജും കറണ്ടും പോസിറ്റീവ് ആയാൽ മാത്രമേ പോസിറ്റീവ് ഉണ്ടാവുള്ളൂ. വോൾട്ടേജോ നെഗറ്റീവ് ആയാൽ വോൾട്ടേജോ ഇതിപ്പോൾ വോൾട്ടേജ് ആണ് നെഗറ്റീവ് ആയിരിക്കണേ, കറണ്ട് അതേപോലെ പോസിറ്റീവ് ആണ്.
ഓക്കെ, ഇപ്പം ഈ വേവ് ഫോമിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. പവറിൻ്റെ വേവ് ഫോം വരയ്ക്കാനായിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.